തമിഴ്നാട്ടിൽ ഒരു വലിയ തരംഗമായി വിജയുടെ TVK പാർട്ടി മാറിയതിനു ശേഷം അവർ അധികാരത്തിലെത്തുകയും വിജയ് മുഖ്യമന്ത്രിയായി മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. പക്ഷെ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെയും മറ്റുള്ള ചെറു പാർട്ടികളുടെയൊക്കെ തന്നെയും സഖ്യം ചേർന്നുകൊണ്ട് വിജയ്ക്ക് അവിടെ മുഖ്യമന്ത്രി ആവുന്ന തരത്തിലോട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെയും ഒരു സഖ്യഭരണം, അതായത് ഒരു തൂക്ക് സഭയിലോട്ടായിരുന്നു തമിഴ്നാട്ടിലെ കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായി പറയാൻ പറ്റും. ഈ പറയുന്ന തോതിൽ വിജയ് ഭരണത്തിലെത്തിയതിന് ശേഷം വളരെ പെട്ടെന്നെടുത്ത ചില തീരുമാനങ്ങളൊക്കെ തന്നെയും അതോടൊപ്പം തന്നെ വിജയുടെ നീക്കങ്ങളൊക്കെ തന്നെയും വളരെയധികം ഹൈലൈറ്റായിട്ട് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ കല്ലുകടി ഉണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ചില നീക്കങ്ങൾ വിജയുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിലേ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന തോതിൽ ഒരു BJP ചായ്വിലേക്ക് പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ BJP എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലോട്ടുള്ള ഒരു പോക്കാണോ വിജയുടെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലോട്ട് ഈ പറയുന്ന അവരുടെ കൂടെ നിൽക്കുന്ന TVKയോടൊപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികൾക്ക് പോലും എതിർപ്പുളവാക്കുന്ന രീതിയിലോട്ടുള്ള വിജയുടെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിജയുടെ ചില നീക്കങ്ങളൊക്കെ തന്നെയും തുടക്കത്തിലേ തന്നെ വളരെ വലിയ തോതിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലോട്ട് മറ്റു പാർട്ടികളിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതായത് സഖ്യം ചേർന്ന് ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. അത് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കൂടെ നിന്ന മറ്റു പാർട്ടികളുമൊക്കെ തന്നെയും വിജയ് മോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJP തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തുടക്കത്തിലെ വളരെ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിജയ് തുടക്കത്തിലെ എടുത്ത തീരുമാനങ്ങൾ ഈ പറയുന്ന തോതിൽ മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടുക എന്നുള്ള തരത്തിൽ ആരാധനാലയങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പറയുന്ന തോതിൽ സ്കൂളുകൾക്ക് ചുറ്റുമുള്ള മദ്യഷോപ്പുകൾ 700-ൽ കൂടുതൽ മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതും വിജയുടെ വിജയം പ്രവചിച്ച ജോൾസിനെ സർക്കാർ ഉദ്യോഗസ്ഥനായി നിയമിച്ച് വിജയ് എടുത്ത തീരുമാനവും വളരെ വലിയ തോതിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചർച്ചയാവുന്നതും വിജയ്ക്കെതിരെ വിമർശനങ്ങൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിജയുടെ വിജയം പ്രഖ്യാപിച്ച ആളെ ജോൾസിനെ നിയമിച്ചതിൽ വലിയ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വിജയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് കൂട്ടത്തിലുള്ള സഖ്യകക്ഷികൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് TVK വക്താവായിട്ടുള്ള ജ്യോതിഷനുമായിട്ടുള്ള റിക്കി റാതൻ പണ്ഡിറ്റിനെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും പൊളിറ്റിക്കൽ വിംഗ് സെക്രട്ടറിയായും നിയമിച്ചതിലാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. റിക്കി രാജന്റെ നിയമനം മതേതരത്വത്തിനും ശാസ്ത്രീയ ബോധത്തിനും വിരുദ്ധമാണെന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ്, CPM, VCK തുടങ്ങിയ TVKയുടെ സഖ്യകക്ഷികളാണ് പരസ്യമായി ഇപ്പോൾ വിജയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ജ്യോതിഷിക്ക് എന്തിനാണ് OSD തസ്തിക നൽകുന്നതെന്നും ഇത് ഭരണത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നതെന്നും കോൺഗ്രസ് MP ആയിട്ടുള്ള ശശികാന്ത് സെന്തിൽ ചോദ്യമുയർത്തുകയുണ്ടായി. ശാസ്ത്രീയ ചിന്താഗതി വളർത്തുക എന്നത് സർക്കാരിൻ്റെ ഭരണഘടനാപരമായ കടമയാണെന്നും ജ്യോതിഷിയായ ഒരാളെ സർക്കാർ ചെലവിൽ രാഷ്ട്രീയ ഉപദേഷ്ടാവായി നിയമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള P. ഷൺമുഖം ചൂണ്ടിക്കാട്ടുകയുമുണ്ടായി. ഒരു മതേതര സർക്കാരിൽ ഇത്തരം നടപടികൾ പാടില്ലെന്നും മുഖ്യമന്ത്രി തൻ്റെ തീരുമാനം പുനർപരിശോധിക്കണമെന്നും BCK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള D. രവികുമാർ ആവശ്യപ്പെടുകയുമുണ്ടായി. അങ്ങനെ തുടക്കത്തിൽ തന്നെ വിജയുടെ ചില തീരുമാനങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളാണ് കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളിൽ പലരും, അതായത് ഉള്ള പാർട്ടികളിൽ പലരും ഇപ്പോൾ വിജയ്ക്കെതിരെ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് വലിയ തോതിലുള്ള വിള്ളലിലേക്കാണ് ഇപ്പോൾ സഖ്യകക്ഷികളിൽ പലരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ. ഇത് വിജയ് BJPയുടെ പാത പിന്തുടരുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ മോദിയെയും BJPയെയും തൃപ്തിപ്പെടുത്താനായിട്ട് വിജയ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള തരത്തിലോട്ടും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സഖ്യകക്ഷികളോടൊപ്പമുള്ള വിജയുടെ TVK ഭരണം
അത്ര സുഖകരമായിരിക്കത്തില്ല മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത് 100% ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തുടക്കത്തിലേ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, കല്ലുകടി, ആ ഒരു തരത്തിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതുമാത്രമല്ല, വിജയുടെ ചില തീരുമാനങ്ങളൊക്കെ തന്നെയും അത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങൾ വിജയ് മുഖ്യമന്ത്രിയായി ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ വിജയുടെ മുന്നോട്ട് പോക്ക് അത് BJPക്ക് അനുകൂല ഘടകമാകുന്ന തരത്തിലോട്ടാണ് എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണർന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇത് ഉറപ്പായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സഖ്യകക്ഷികളിൽ തന്നെ വളരെ വലിയ തോതിൽ വിള്ളലുണ്ടാക്കി അവർ തന്നെ പുറത്ത് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും വിജയ് BJP പാളയത്തിലേക്ക് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം തുറന്നു പറയാനായിട്ട്. ഭരണത്തിൽ കയറിയ ഉടൻ തന്നെയും സഖ്യകക്ഷികളുമായിട്ട് വളരെ വലിയ തോതിൽ എതിർപ്പിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഗുണകരമായി മാറുന്നത് തീർച്ചയായിട്ടും BJPക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. അത് TVK അല്ലെങ്കിൽ വിജയ് തീർച്ചയായിട്ടും BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ പല കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.